ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബി സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ബിസിനസ് ആൻഡ് ലേൺ ടു ലവ് വാട്ട് ടു ഡു. ഇറ്റ്സ് മീ ലിൻഡോ. വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് മൈൽ സ്റ്റോൺ. തമ്മിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലേ? എന്താണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിൽ പലർക്കും അറിയാം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം ബ്രേക്ക് ഔട്ടിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രേക്ക് ഔട്ട്സിന്റെ ബേസിലുള്ള ട്രേഡ് എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ്. ഒറ്റ വാക്കിൽ പറയട്ടെ, എന്താണ് ഈ ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഉള്ളിൽ നിന്നും പ്രൈസ് മൂവ് ചെയ്യുന്നതിനെയാണ് ബ്രേക്ക് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം, സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഉള്ളിലാണല്ലോ പ്രൈസിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക ബാഹ്യമായ പല കാരണങ്ങൾ മൂലം ഈ പ്രൈസ് സപ്പോർട്ട് ലെവല് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്ത് പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ബ്രേക്ക് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ടിന് താഴോട്ട് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നു, അതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ എന്നും പറയാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് അല്ലേ? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ട് ഈ ബ്രേക്ക് ഔട്ടിന്റെ യഥാർത്ഥ റീസൺ കണ്ടെത്തി ബ്രേക്ക് ഔട്ടിൽ എടുക്കുന്ന ട്രേഡ് ആണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റ് അവിടുന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കറ്റിൽ നടക്കുന്ന രണ്ട് ഹെഡ്സിനെ കുറിച്ച് പറയട്ടെ. സ്മാർട്ട് മണി, ഡം മണി. ഇത് രണ്ടും എന്താണ് സ്മാർട്ട് മണി എന്ന് നമുക്കറിയാം അല്ലേ? അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ്, ഹ്യൂജ് ഷാർട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ സ്മാർട്ട് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡം മണി എന്ന് വെച്ചാലോ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നോൺ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡം മണി എന്നതുകൊണ്ട് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത്? എന്താന്ന് വെച്ചാൽ ഈ സ്മാർട്ട് മണിക്ക് നമ്മുടെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. നമ്മൾ കഴിഞ്ഞ സ്മാർട്ട് മണി കൺസെപ്റ്റിന്റെ ക്ലാസ്സിൽ നമ്മളത് കണ്ടിരുന്നു. ഒരു സ്മാർട്ട് മണിക്ക് ആ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കാനുള്ള ഒരു പവർ ഉണ്ട് അല്ലേ? മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് സ്മാർട്ട് മണിക്ക്. അതുകൊണ്ടാണ് നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിനെ ആശ്രയിച്ച് ബ്രേക്ക് ഔട്ടുകൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു ചെറിയൊരു എക്സാമ്പിളുമായിട്ട് ഈ ബ്രേക്ക് ഔട്ടിനെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതെന്താണ് ആ ബ്രേക്ക് ഔട്ട് എന്നുള്ള ആ ഒരു ഫീല് കിട്ടും. ഇപ്പം ചിന്തിച്ച് നോക്കൂ, ഇപ്പൊ കുറേ ഒരു അമ്മ കോഴി കുറേ കുഞ്ഞുങ്ങളും കൂടെ പോവാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണല്ലോ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗോഡ്സ് ആയിക്കോട്ടെ, ആടുകളാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. നമ്മളിപ്പം ആടുജീവിതമൊക്കെ കണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുറേ ആടുകൾ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നു, അല്ലെങ്കിൽ കുറേ കോഴികൾ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നു. അപ്പം അതിൽ നിന്ന് ഒന്നോ രണ്ടോ ആനിമൽസ് ഒന്ന് ഡയറക്ഷൻ മാറി സഞ്ചരിക്കുന്നത് കാണുക. അപ്പം നമ്മളൊന്ന് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ പ്രകൃതിയിലൊക്കെ ഒന്ന് നോക്കുന്നേ, ചുറ്റും ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരെണ്ണം ആണെങ്കിലും ഒരു ഡയറക്ഷൻ മാറി സഞ്ചരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ബാക്കി വരുന്ന എല്ലാ ആനിമൽസും ആ ആനിമൽസിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ പ്രകൃതിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാനിത് എവിടെയോ വായിച്ച് കേട്ട ഒരു ബേസിൽ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസിൽ. അപ്പം ഞാൻ ഇതിവിടെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാർക്കറ്റ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ ശാന്തമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ്, ഒരു സ്മാർട്ട് മണി ഇൻവെസ്റ്റേഴ്സ് കടന്നു വന്നു എന്ന് വിചാരിക്കുക. അപ്പോഴായിരിക്കുമല്ലോ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൈ വോളിയത്തോടു കൂടി ഒരു ക്യാൻഡിലായിരിക്കും ബ്രേക്ക് ഔട്ട് നടത്തുന്നത്. ആ ഒരു മെയിൻ ക്യാൻഡിൽ നടത്തുന്ന ബ്രേക്ക് ഔട്ടിനെ ആശ്രയിച്ചിട്ടിരിക്കും ബാക്കിയുള്ള ആ മാർക്കറ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ ആ മാർക്കറ്റിന്റെ ഫ്ലോ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് ആ ഒരു ഡയറക്ഷനിലോട്ട് കിട്ടുന്നതായിരിക്കും. എന്താണ് ബ്രേക്ക് ഔട്ട് എന്നത് മനസ്സിലായോ? അപ്പോൾ എന്താണ് ബ്രേക്ക് ഔട്ട് എന്നതിനെ മനസ്സിലാക്കാനായിട്ടാണ് ഞാനൊരു ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഈ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി അത് ഉപയോഗിച്ചിട്ടുള്ള ട്രേഡിങ്ങിലോട്ടാണല്ലോ നമ്മൾ വരേണ്ടത്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ കൺസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഡ്രോയിങ് പ്രോപ്പർ ട്രെൻഡ് ലൈൻസ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാൻ പഠിക്കാം. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നില്ല. ഇന്നിപ്പം ബ്രേക്ക് ഔട്ട് എന്താണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് ഉള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നാണ് ഡ്രോയിങ് പ്രോപ്പർ ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഐഡന്റിഫൈങ് ദ ബ്രേക്ക് ഔട്ട്സ്. അതെന്താണ്? ഐഡന്റിഫൈ ചെയ്യുക. ഒരു ബ്രേക്ക് ഔട്ട് ജെനുവിൻ ആണോ ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. മൂന്നാമത് എക്സിക്യൂട്ട് ദ ട്രേഡ്സ്.
ഇങ്ങനെ 3 കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നിവിടെ എന്താണ് ബ്രേക്ക് ഔട്ട് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പല ചാർട്ടുകളിലെ പല പാറ്റേൺസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തല്ലോ. അപ്പോഴെല്ലാം ഈ ബ്രേക്ക് ഔട്ടിന്റെ ഒരു ബേസിലാണല്ലോ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ബ്രേക്ക് ഔട്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ബ്രേക്ക് ഔട്ട്സിനെ കുറിച്ച് തന്നെ നമുക്ക് കുറേ ക്ലാസ്സുകൾ എടുക്കാനായിട്ടുള്ള ഒരു ടോപ്പിക്ക് അതിൽ തന്നെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രേക്ക് ഔട്ടിനെ കുറിച്ചിട്ട് ഇന്ന് ഞാനൊരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രേക്ക് ഔട്ടിന്റെ കമ്പോണൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോഫിറ്റിനെ കുറിച്ച് പഠിക്കാം. ലോങ് പൊസിഷനിൽ എൻട്രി എങ്ങനെ എടുക്കാൻ സാധിക്കും, ഷോർട്ട് പൊസിഷനിലോട്ട് എൻട്രി എങ്ങനെ എടുക്കാൻ സാധിക്കും, ഇതൊക്കെ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.